Good afternoon. I now have an update on the investigation into the murder of 24-year-old Harshita Brella from Corby. Firstly, on behalf of Northamptonshire Police, I would like to express my deepest and heartfelt condolences to Harshita's friends and family, and to everyone that knew and loved her. Harshita was a young woman in her early 20s. She had a whole life ahead of her and everything to live for. Was found in a car in East London. This finding came about after we received a call on Wednesday, November the 13th, regarding concerns for Harshita's welfare. Officers were deployed. 60 detectives are working on the case and have continued to follow numerous lines of inquiry, including house-to-house, property searches, CCTV. എന്തൊക്കെ അക്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കുമെന്ന് നമ്മൾ വേവലാതിപ്പെട്ട് പോകും അല്ലേ. അപ്പോൾ എല്ലാ മാതാപിതാക്കളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മക്കളെ അവരുടെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവരെവിടെ പോകുന്നു നടക്കുന്നു എന്നുള്ളതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. ഇത് ഭർത്താവ് തന്നെയാണ് കൊന്നുകളഞ്ഞത്. എന്തൊക്കെയാണ് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റിയാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. നമ്മുടെ മക്കളെ എങ്ങനെ സേഫായിരിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. വീട്ടിൽ അലമ്പാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് തന്നെ നമ്മുടെ തന്നെ വീട്ടിലേക്ക് വരിക എന്നുള്ള അവരെ ബോധ്യപ്പെടുത്തുകയാണ്. അപകടമാണെന്ന് തോന്നിയാൽ. ഇപ്പോൾ പെൺമക്കളെ വിവാഹം ചെയ്ത് ഭർത്താക്കന്മാരോട് പറഞ്ഞു വിടാൻ പോലും പേടിക്കേണ്ട ഒരു കാലമാണിപ്പോൾ എന്ന് ഇതൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, നാട്ടിലാണെങ്കിലും എന്തെല്ലാം കൊലപാതകങ്ങളും നവവധു മരിക്കുന്നു. അതുപോലെ തന്നെ എത്ര പെൺകുട്ടികളാണ് ഭർത്താക്കന്മാരുടെ വീട്ടിൽ വെച്ച് കൊല ചെയ്യപ്പെടുന്നതും മരണപ്പെടുന്നതും ആത്മഹത്യ ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള എത്രയോ പെൺകുട്ടികളാണുള്ളത് അല്ലേ. ഇതൊക്കെ കണ്ടിട്ടാണ് പേടിച്ചിട്ടും കൂടി ആയിരിക്കണം ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ വിവാഹം കഴിക്കാൻ മടിക്കുന്നതും. അപ്പോൾ അവരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല.